എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കണമെന്നുമില്ല. അപ്പം എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റിച്ച് ഇന്ന് എനിക്ക് അവനെ സ്കൂളിൽ കൊണ്ടുവിടേണ്ട വന്നു. അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടികൾ മൊത്തം വഴിയിലായി. അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യണം, അപ്പോൾ വന്നിട്ട് വേണം ബാക്കി പരിപാടി. അപ്പോൾ അവനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് വേണം വന്നിട്ട് നീ ബാക്കി. ഞാൻ കേജ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്, അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയപ്പം പിള്ളേർക്കുള്ള വെജിറ്റബിൾസും കൂടെ വാങ്ങിച്ചിട്ട് പോകും. രാവിലെ തണുപ്പം, 10 മണി കഴിഞ്ഞാൽ ചൂടും. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം വീട്ടിൽ വന്ന് ബാക്കിയുള്ള പരിപാടി തുടങ്ങണം. അതാണ് ഇന്നത്തെ പരിപാടി. ഫിഷ് ടാങ്ക് കഴുകേണ്ട ദിവസമായിരുന്നു ഇന്നലെ, നടന്നില്ല. ഉറക്കം കാരണം ഉറങ്ങിപ്പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കേജിൻ്റെ പണി തീർത്തിട്ട് പെട്ടെന്ന് വന്ന് ഫിഷൊക്കെ ടാങ്ക് പുറത്തെ കോഴിക്കാർപ്പിൻ്റെ പോണ്ട് ക്ലീൻ ചെയ്യണം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ നടന്നില്ല ഫിഷ് ടാങ്ക്. അപ്പം ഇന്ന് രാവിലെ കഴുകണം. ഇടയ്ക്ക് ഇതുപോലത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതെല്ലാം ഉള്ളോ. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം. കാല് ഹൃദയം തട്ടിയെന്നേ ഉള്ളൂ, കുഴപ്പമില്ല, ഇതൊക്കെ നടക്കും. വീഴ്ചകളുണ്ട്, നമ്മൾ പിന്നെ എണീറ്റ് ബാക്കി പരിപാടികൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലേ ലൈഫ്. പിന്നെ എന്താ പോന്നു, ആ കമ്പി അവിടെ നിന്ന് മാറ്റണമായിരിക്കും ഇനി. പിന്നെ ഫ്യൂവലില്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 10 മണിയായപ്പോഴാണ് കഴിക്കുന്നത്, 10:30. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നീ ബാക്കി. വീട്ടിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം. നമ്മുടെ പിള്ളേരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അവിടെ ഇരുന്നാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആ ഒരു ചെയറിന് വേണ്ടി ഇപ്പോൾ ഇവിടെ സ്ഥിരം അടിയാണ് വീട്ടിൽ. എന്താണെന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ട് ഇവിടെ ഈ ചെയറിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ അടി വീട്ടിൽ. അപ്പോൾ പതുക്കെ നമ്മുടെ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യണമായിരുന്നു ഇന്ന് ഫുള്ള്. ബാക്കി ഇത് ക്ലീൻ ചെയ്യുന്ന വെള്ളം മൊത്തം ഞാനിവിടെ പ്ലാന്റ്സിനാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പിനെയൊക്കെ നല്ല സെറ്റപ്പാക്കി കുട്ടപ്പനാക്കിയില്ലേ. കുറച്ച് നേരം ഒന്ന് അടങ്ങി താഴെ കിടക്കും. പിന്നെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും.